ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈം. നല്ലൊരു ടേസ്റ്റുള്ള കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അതിനുവേണ്ടി നമുക്കിന്ന് ക്യാമ്പസ് DIPLIMDSൻ്റെ ക്യാമ്പസാണ്. അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സാണ്. നമ്മൾ വേണ്ട നല്ല കേക്ക് ഉണ്ടാക്കാൻ വേണ്ട മസാല നമ്മളെല്ലാം തിരഞ്ഞെടുത്ത് ഒന്ന് ചൂടാക്കിയിടണം. അതിൽ പട്ടയും ഗ്രാമ്പും ജാതിക്കയും ഏലക്കയും എല്ലാം കൂടി ഒന്ന് അല്പം ചൂടാക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഒത്തിരി ചൂടാക്കി കരിച്ച് കളയരുത് കേട്ടോ. നല്ല സുഗന്ധം കിട്ടാനായിട്ട് തീർച്ചയായും നമ്മുടെ മസാല തയ്യാറാക്കി ഇടണം. നമ്മൾ സിറപ്പ്, നല്ല ഗോൾഡൻ ഗ്ലൂക്കോസ് സിറപ്പ് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേക്കിന് നിറം കൊടുക്കാനായി വേണ്ട പഞ്ചസാര നമ്മൾ കരിച്ചെടുക്കും. എത്ര വെളുത്തതായിരുന്നു അല്ലേ, അല്പം ചൂട് തട്ടിയപ്പോൾ അത് നല്ല ഗോൾഡൻ കളറിലേക്ക് എത്തി. അതിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുത്തു കേട്ടോ. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. നല്ല കളർ കിട്ടി നമ്മുടെ കേക്കിനും നല്ല നിറം കിട്ടും. നല്ല തിക്ക് കാരമൽ റെഡിയാക്കി നമ്മളൊന്ന് തണുപ്പിച്ചെടുക്കണം. അതായിരിക്കും നമ്മൾ മാവിൽ ചേർക്കേണ്ടത്. നമ്മൾ 100 ഗ്രാം പഞ്ചസാരയ്ക്ക് നമ്മൾ 50 ഗ്രാം വാട്ടർ, 50 ml വാട്ടർ ഒഴിച്ച് നമ്മൾ നല്ല തിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ട മാവ് തയ്യാറാക്കണം. ഇതാ മൈദ, നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമ്മൾ ചൂടാക്കി പൊടിച്ച സ്പൈസസും കൂടി അരിച്ചെടുക്കണം കേട്ടോ. എല്ലാം കൂടി അവരൊന്ന് മിക്സായി പോകും. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിപ്പയിൽ അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 250 ഗ്രാമാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ പിന്നെ അതിന് വേണ്ട സ്പൈസസ്, ഒരു ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ് കേട്ടോ. അല്പം ബേക്കിംഗ് സോഡയും സ്പൈസ് ഇട്ട് അരിച്ചെടുത്തു. മാവ് 2 പ്രാവശ്യം അരിച്ചെടുത്തു. ഡ്രൈ ഫ്രൂട്ട്സ് മത്ത് പിടിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ബ്രാൻഡിയും നമുക്ക് വേണ്ട വൈനും ജ്യൂസും എല്ലാം ഒഴിച്ച് മിക്സ് ചെയ്തു. മത്ത് പിടിച്ച നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് അല്പം ഫ്ലോർ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തു. ഇതായിരിക്കും നല്ലത്. മിക്സ് ചെയ്ത ഫ്രൂട്ട്സാണ് നമ്മൾ ചേർക്കേണ്ടത്. അതിന് വേണ്ടി ഇനി നമ്മൾ വെണ്ണ നന്നായിട്ട് ഉടച്ചെടുക്കട്ടെ. ബട്ടർ നന്നായിട്ട് ഉടച്ചെടുത്തു. നല്ല ക്രീമി സ്റ്റൈലാകുമ്പോൾ നമ്മളത് പൊടിച്ചെടുത്ത ഷുഗർ, പഞ്ചസാര നമ്മൾ മിക്സ് ചെയ്തിടണം. എല്ലാം നന്നായിട്ട് മിക്സായെന്ന് മാത്രം ഉറപ്പുവരാൻ. എല്ലാം നമുക്ക് കൈകൊണ്ട് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. നമ്മൾ അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന വിസ്ക് അല്ലെങ്കിൽ മരത്തടി ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ആ മിക്സ് ചെയ്തെടുത്തതിലേക്ക് നമ്മൾ ഇനി ലിക്വിഡായിട്ടുള്ള സിറപ്പും കാരമലും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോഴും ഒഴിക്കുന്നതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മറ്റേ ഒഴിക്കേണ്ടത്. അതുപോലെ എഗ്ഗ് നമ്മൾ ഒന്ന് അടിച്ചെടുക്കണം. എഗ്ഗ് നന്നായിട്ട് ഉടച്ചെടുത്ത എഗ്ഗ് ചേർത്ത് കൊടുത്തു. ക്യാമ്പസിൽ നമ്മുടെ ക്ലാസ് റൂമിലുള്ള കേക്ക് നിർമ്മാണമാണ്. അതുകൊണ്ട് എല്ലാ സ്റ്റുഡൻസിലും പങ്കെടുത്തിട്ടുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ്സും കൂടി നമുക്കിതിൽ കൊടുക്കുകയാണ് കേട്ടോ. ഫ്ലോർ ഒന്ന് ഫോൾഡ് ചെയ്യണം കേട്ടോ. നമ്മൾ മുൻപ് മിക്സ് ചെയ്തെടുത്ത ബട്ടറിൽ നമ്മൾ അരിച്ചെടുത്ത ഫ്ലോർ അല്ലെങ്കിൽ മൈദ അല്പം ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ് നമ്മൾ വീണ്ടും ഒന്ന് കാണിക്കാൻ കേട്ടോ. അത് തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. വെള്ളം ഒഴിക്കുമ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അളന്നൊഴിക്കണം കേട്ടോ. 250 ഗ്രാം ഫ്ലോറിനാണെങ്കിൽ നമ്മൾ 50 ഗ്രാം കാരമലും 50 ഗ്രാം ഷുഗർ സിറപ്പും പിന്നെ നമ്മൾ 250 ഗ്രാം തന്നെ പഞ്ചസാരയും ചേർക്കണം കേട്ടോ. എല്ലാ അളവുകളും തുല്യമാണ്. അതുപോലെ ഫ്രൂട്ട്സും 250 ഗ്രാം മാത്രം മതി. നിങ്ങൾക്ക് കൂടുതൽ ഫ്രൂട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ ചേർക്കാവുന്നതാണ്. നമ്മളൊരു റിച്ച് ഫ്രൂട്ട്സ് ഒരു 300 ഗ്രാം 350 ഗ്രാം ഫ്രൂട്ട്സ് വരെ നിങ്ങൾക്ക് 250 ഗ്രാം മൈദയെ ഉപയോഗിക്കുമെങ്കിൽ തീർച്ചയായും ചേർക്കണം. നമ്മൾ 1 കിലോൻ്റെയും 1/2 കിലോൻ്റെയും ബേക്കിംഗ് ട്രേയിൽ, നമ്മളിവിടെ പേപ്പർ ട്രേ ആണ് എടുത്തിരിക്കുന്നത്, അതിൽ മിക്സ് ചെയ്ത് അളന്ന് ഒഴിക്കണം. അപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും. യൂണിറ്റ് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. ബേക്കിംഗ് എല്ലായ്പ്പോഴും ഒരേപോലെ ആവാനും കുക്കിംഗ് നമുക്ക് പാകപ്പെടുത്തിയെടുക്കാനും ഇതാണ്. ഞാൻ 150 ഡിഗ്രി ചൂടിൽ 160 ഡിഗ്രി ചൂടിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. 160 ഡിഗ്രി ചൂടിൽ നമ്മൾ ഏകദേശം 50 മിനിറ്റ് വെച്ചു. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം ടെമ്പറേച്ചർ കുറച്ച് വയ്ക്കുക. കളറായി ചേഞ്ച് ആവുന്നതിന് കൂടി കേട്ടോ. നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചറിൻ്റെ സാധ്യതകളും നിങ്ങളെങ്ങനെ ഉപയോഗിക്കുന്നുള്ളതനുസരിച്ച് പറ്റും. ഞാനിവിടെ കോമ്പി ഓവനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ചൂട് കറക്റ്റാണ്. അതുകൊണ്ട് മാത്രം ഒരു 5 ട്രേ വെച്ചാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്.
നമുക്ക് വേണ്ട റെസിപ്പി നമ്മൾ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. തീർച്ചയായും ഡൗട്ടുള്ളവർ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി. അപ്പോൾ കൂടുതൽ ഐറ്റമായിട്ട് നമ്മൾ വന്നിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ് റൂം നമ്മുടെ ഡിപ്പോൾ കൊച്ചിയാണ് കേട്ടോ. നമ്മുടെ MDയോടെ എല്ലാം നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് നമ്മളൊരു ആഘോഷമായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മളെല്ലാ സ്റ്റുഡൻസുകളും ഫാദറും എത്തിയതിന് ശേഷമാണ് കേക്കിൻ്റെ വിതരണം കട്ടിങ് എല്ലാം നടന്നത്. മറ്റൊരു ഐറ്റമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വന്നിരിക്കും. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ തീർച്ചയായും നിങ്ങൾ അറിയണം. താങ്ക് യു ടു എവരിബഡി. ബൈ. സജീസ് ഫ്ലവർ.